ഇനി കാർഷിക വാർത്തകൾ നോക്കാം. Agri News sponsored by Shallow Mattress, Everlasting Comfort and Durability. 8 മാസത്തിന് ശേഷം റബ്ബർ വില കിലോയ്ക്ക് 190 രൂപ കടന്നു. സംസ്ഥാനത്ത് ഉൽപാദനം കുറഞ്ഞതാണ് വില ഉയരാൻ കാരണം. വേനൽ കനത്തതോടെ നേരത്തെ ടാപ്പിംഗ് തുടങ്ങിയ തോട്ടങ്ങളിൽ ഉൽപാദനം കുത്തനെ കുറഞ്ഞിട്ടുണ്ട്. വരും ദിവസങ്ങളിലും വില കൂടുമെന്നാണ് വ്യാപാരികളുടെ നിരീക്ഷണം. റബ്ബർ ബോർഡിന്റെ വില കിലോഗ്രാമിന് 191 രൂപയാണ്. RSS 4ന്റെ നിരക്കാണിത്. RSS 5ന് 186 രൂപയാണ് കിലോഗ്രാമിന് വില. അന്താരാഷ്ട്ര വിപണിയിൽ ഇത് 194 രൂപയും 196 രൂപയുമാണ്. വരും ദിവസങ്ങളിലും വില കൂടുമെന്നാണ് വ്യാപാരികളുടെ നിരീക്ഷണം. 180 രൂപയിൽ സ്ഥിരമായി നിന്നിരുന്ന വിലയാണ് 190ലേക്ക് കയറിയത്. സംസ്ഥാനത്ത് ഉൽപാദനം കുറഞ്ഞതാണ് വില ഉയരാൻ കാരണം. വേനൽ കനത്തതോടെ നേരത്തെ ടാപ്പിംഗ് തുടങ്ങിയ തോട്ടങ്ങളിൽ ഉൽപാദനം കുത്തനെ കുറഞ്ഞിട്ടുണ്ട്. സംസ്ഥാനത്ത് ഇത്തവണ ഉൽപാദനം വലിയ തോതിൽ താഴേക്ക് പോകുമെന്നാണ് പൊതുവിലയിരുത്തൽ. വേനലിന്റെ ദൈർഘ്യം കൂടിയാൽ തോട്ടങ്ങൾ പലതും നേരത്തെ അടയ്ക്കും. ചെറുകിട കർഷകരിൽ ഏറെ പേരും ഈ മാസത്തോടെ ടാപ്പിംഗ് അവസാനിപ്പിക്കും. വൻകിട എസ്റ്റേറ്റുകൾ അടുത്ത മാസം ടാപ്പിംഗ് നിർത്തും. കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ 213 രൂപ ഉയർന്ന ശേഷം വില പിന്നോട്ടടിച്ചിരുന്നു. കേരളത്തിൽ കഴിഞ്ഞ വർഷത്തെ ഉൽപാദനത്തിൽ 2024നേക്കാൾ 10,000 ടണ്ണിന്റെ കുറവുണ്ടായി. ഇക്കൊല്ലം കൂടുതൽ ടാപ്പിംഗ് ദിവസങ്ങൾ ലഭിച്ചിട്ടും ഉൽപാദനം കുറഞ്ഞത് റബ്ബർ കൃഷിയിൽ നിന്നുള്ള കർഷകരുടെ പിൻവാങ്ങലിന്റെ ഭാഗമാണ്. 40% തോട്ടങ്ങളിലും ടാപ്പിംഗ് നാമമാത്രമാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കർഷകർക്ക് വീണ്ടും പ്രതീക്ഷ നൽകി കൊക്കോ. വിപണിയിൽ വില ഉയർന്നതോടെ നിരവധി കർഷകരാണ് കൊക്കോയിലേക്ക് തിരിയുന്നത്. റബ്ബർ കൃഷിയിലെ ഇടിവിനു പകരമായി ദീർഘകാലം സ്ഥിര വരുമാനം നൽകുന്ന കൃഷിയായി കൊക്കോ ഇന്ന് മാറുകയാണ്. വിപണിയിൽ കൊക്കോയ്ക്ക് ആവശ്യകത കൂടിയതോടെ കർഷകർക്ക് പുതിയ ആശ്വാസമാണ് കൊക്കോ കൃഷി നൽകുന്നത്. പച്ച കൊക്കോ ബീൻസിന് നിലവിൽ കിലോയ്ക്ക് 140 രൂപ വരെ വില ലഭിക്കുന്നുണ്ട്. ഉണക്ക കൊക്കോയ്ക്ക് കിലോയ്ക്ക് 500 രൂപ വരെയും വില ലഭിക്കുന്നുണ്ട്. ഒരു സമയത്ത് 1100 രൂപ വരെ വില വർദ്ധിച്ചിരുന്നു. നേരത്തെ റബ്ബർ കൃഷിയെ ആശ്രയിച്ചിരുന്ന നിരവധി കർഷകരാണ് ഇപ്പോൾ കൊക്കോയിലേക്ക് മാറുന്നത്. ഒരിക്കൽ നട്ടാൽ 30 വർഷം വരെ സ്ഥിരമായി വരുമാനം നൽകുന്ന കൊക്കോ ചില ഇനങ്ങളിൽ 50 വർഷം വരെ വിളവ് നൽകുന്നുണ്ട്. ഒരേക്കറിൽ 100 മുതൽ 120 വരെ തൈകൾ നട്ടുപിടിപ്പിക്കാം. 3-ാം വർഷം മുതൽ തന്നെ വിളവെടുപ്പ് ആരംഭിക്കാനാകും. കൊക്കോ ഗവേഷണ കേന്ദ്രങ്ങളിൽ തൈകൾക്ക് 50 രൂപയാണ് വില. ചില സ്വകാര്യ കമ്പനികൾ 15 രൂപ മുതൽ 20 രൂപ വരെ സബ്സിഡി നിരക്കിലും തൈകൾ നൽകുന്നുണ്ട്. കർഷകർക്ക് ഒറ്റയ്ക്ക് വിളവെടുക്കാൻ കഴിയുന്നതിനാൽ കൂലിച്ചെലവ് കുറവായതും കൊക്കോ കൃഷിയുടെ പ്രധാന നേട്ടങ്ങളാണ്. റബ്ബർ തോട്ടങ്ങളിൽ ഇടവിളയായും കൊക്കോ കൃഷി വ്യാപകമാവുകയാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സംസ്ഥാനത്ത് സജീവമായി കല്ലുമ്മക്കായ വിപണി. ടൂറിസ്റ്റുകളുടെ വരവ് വർദ്ധിച്ചതോടെ കല്ലുമ്മക്കായ വിഭവങ്ങളോടുള്ള പ്രിയവും കൂടിയിരിക്കുകയാണ്. ഹോട്ടലുകളിലും തട്ടുകടകളിലും സീഫുഡ് വിഭവങ്ങൾ ട്രെൻഡായി മാറിയതോടെ ഈ സീസണിൽ താരമായി മാറുകയാണ് കല്ലുമ്മക്കായ. സെപ്റ്റംബർ അവസാനത്തോടെ ആരംഭിക്കുന്ന കല്ലുമ്മക്കായ സീസൺ മെയ് വരെ നീളുന്നതാണ്. എന്നാൽ ഡിമാൻഡ് വർദ്ധിച്ചതോടെ സീസണായിട്ടും വിപണിയിൽ ചെറിയ ക്ഷാമം അനുഭവപ്പെടുന്നു. വലിപ്പം കൂടുതലുള്ള കടുക്ക ഇറച്ചിക്ക് കിലോയ്ക്ക് 900 രൂപ വരെ വിലയുണ്ട്. ഇടത്തരം വലിപ്പമുള്ളവയ്ക്ക് 360 രൂപ വരെയാണ് വില. ദൂരെ നിന്നെത്തുന്നവർ 4-5 കിലോ വരെ വാങ്ങിക്കൊണ്ടുപോകുന്നതും സാധാരണ കാഴ്ചയാണ്. പുലർച്ചെ സമയങ്ങളിൽ തൊഴിലാളികൾ കടലിലെ പാറക്കെട്ടുകളിൽ നിന്നാണ് കല്ലുമ്മക്കായ ശേഖരിക്കുന്നത്. നവംബറിൽ സജീവമായ സീസണിൽ കഴിഞ്ഞ മാസത്തോടെയാണ് ഡിമാൻഡ് കൂടുതൽ ശക്തമായത്. അനുകൂലമായ കാലാവസ്ഥയായതിനാൽ ഇക്കൊല്ലം കല്ലുമ്മക്കായയുടെ ഗുണനിലവാരവും മികച്ചതാണ്. കല്ലുമ്മക്കായ കറി, തോരൻ, നിറച്ചതും പൊരിച്ചതുമായ വിഭവങ്ങൾ ഹോട്ടലുകളിലും തട്ടുകടകളിലും ലഭ്യമാണ്. ടൂറിസ്റ്റുകൾക്കിടയിൽ ഈ വിഭവങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ ആവശ്യകത. കടലിൽ നിന്ന് ലഭ്യത കുറയുന്ന ഘട്ടത്തിൽ കൃഷി ചെയ്യുന്ന കല്ലുമ്മക്കായയാണ് വിപണിയിലെത്തുന്നത്. കാസർഗോഡ്, ചെറുവത്തൂർ, മലപ്പുറം, പൊന്നാനി, തിരൂർ മേഖലകളിലാണ് കല്ലുമ്മക്കായ കൃഷി കൂടുതൽ വ്യാപകമായിട്ടുള്ളത്. 5 മുതൽ 6 മാസം വരെയാണ് വളർച്ചാകാലം. ആരോഗ്യഗുണവും രുചിയും ഒരുപോലെയുള്ള കല്ലുമ്മക്കായ ഈ സീസണിൽ വിപണിയിൽ വീണ്ടും താരമായി മാറുകയാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. Agri News sponsored by Shallow Mattress, Everlasting Comfort and Durability.